ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇയർ 2025 അവസാനിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ 25 പോയി, അടുത്ത് 26 വരാൻ പോവുകയാണ്, 2026 വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ചേഞ്ച്, അതായത് ഞാനും ഈ ഒരു സാധനം ഫസ്റ്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഒരു വർഷം, നമുക്ക് ഈ ഒരു വർഷം ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യണം, ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഇല്ലേ, അത് നമുക്കൊന്ന് മാനിഫെസ്റ്റ് ചെയ്താലോ. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഒക്കെ ഒരുപാട് ഈ തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഒരു മനസ്സ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ നമുക്കിതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി എഴുതി വെച്ചേക്കാം. അപ്പോൾ അത് എഴുതി വെച്ചിട്ട് എങ്ങനെയാണ് എഴുതിയത് ഞാൻ പറഞ്ഞുതരാം. എനിക്കിത് നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും. യൂട്യൂബിൽ കൂടെ തന്നെ ഞാൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോയിൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് ഞാൻ വേറൊരു മെത്തേഡ് മാനിഫെസ്റ്റേഷൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അത് നമ്മുടെ വേറൊരു മെത്തേഡാണ്, നമ്മുടെ ഈ ഒരു യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു മെത്തേഡല്ല. അത് വേറൊരു മെത്തേഡാണ്, ഞാൻ പറഞ്ഞുതരാം. അത് നെക്സ്റ്റ് വീഡിയോ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് സാധാരണ നമ്മുടെ യൂണിവേഴ്സുമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്തത് ഒരു നോട്ട്ബുക്ക് എടുത്തു. എനിക്ക് അത്രയ്ക്കും എനിക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ള ഒരു നോട്ട്ബുക്ക് ഉണ്ട്. അതായത് ഞാൻ എന്ത് വന്നാലും കുറിച്ചിടുന്ന ഒരു നോട്ട്ബുക്ക്. അതായത് ഇപ്പം എനിക്കിപ്പോൾ ഒരു ക്യാഷ് എവിടെയെങ്കിലും ചിലവായാൽ പോലും ഞാൻ ഈ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചിടാറുണ്ട്. അപ്പോൾ ആ ഒരു നോട്ട്ബുക്കാണ് ഞാൻ എടുക്കുന്നത്. കാരണം അത്രയും അതിൻ്റെ നെഞ്ചോട് ചേർത്തിരിക്കുന്ന ഒരു സാധനമാണ് ഈ ബുക്ക്. അതുകൊണ്ട് ഈ ബുക്ക് എടുക്കുന്നു. അപ്പോൾ അതുപോലെ നല്ലൊരു ബുക്ക് നിങ്ങൾ എടുക്കുക. നിങ്ങൾ കൂടുതൽ കാണുന്നതും ഇതിൽ കൂടുതൽ അടുത്തൊക്കെ വെച്ചേക്കുന്ന ഒരു ബുക്കില്ലേ, അല്ലെങ്കിൽ അത് ചട്ടി കൊട്ടിലിട്ട ബുക്കൊന്നും എടുക്കാണ്ട് നിങ്ങൾ അടുത്ത് തന്നെ കാണുന്ന ഒരു നോട്ട്ബുക്ക് എടുക്കുക. അതിനുശേഷം ഞാൻ അതിൻ്റെ മിഡിൽ പാർട്ട് എടുക്കും. അതായത് ഒരു മിഡിൽ പാർട്ടിലൊന്നും എഴുതിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുക. അതിന് കുറച്ച് അങ്ങോട്ടോ കാര്യം കുഴപ്പമൊന്നുമില്ല. ഞാനൊരു മിഡിൽ പാർട്ടിലാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. മിഡിൽ പാർട്ടിൽ എടുക്കും. അതിനുശേഷം ഞാൻ ഒരു സൈഡിൽ അതിനൊരു പേജ് എടുക്കും. അതിന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെക്കും. അതായത് ഒരു സൈഡിൽ ഐ വോണ്ട് ആൻഡ് ഒരു സൈഡിൽ ഐ വിൽ എന്നിങ്ങനെ രണ്ടായിട്ട് എഴുതും കേട്ടോ. ഐ വോണ്ടും ഐ വില്ലും എന്ന് എഴുതിയിട്ട് രണ്ടൊരു സ്പ്ലിറ്റ് ആക്കും. അതിനുശേഷം ഐ വോണ്ട് എന്ന സൈഡിൽ ഞാൻ ഇനി ചെയ്യാൻ ആഗ്രഹിക്കാത്തത്, അതായത് ഞാൻ അടുത്ത ഇയറിൽ എനിക്ക് ആഗ്രഹമില്ലാത്ത, അതായത് എനിക്ക് നിർത്തണം എന്ന ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് എൻ്റെ അലസത മാറ്റണം, എൻ്റെ ഓവർ ചിലവ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതൊക്കെ നിർത്തണം, കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരു റെസ്പോൺസിബിൾ വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വോണ്ട് എന്ന സൈഡിൽ എഴുതും. അപ്പുറത്തെ സൈഡിൽ കുറച്ച് വേണം എന്നുള്ള കാര്യം, ഇപ്പം എനിക്കൊരു നല്ല ഇൻകം ഉള്ള ഒരു ജോലി വേണം, എനിക്കൊരു എഡ്യൂക്കേഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണം യൂട്യൂബിൽ, അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അത് ഞാൻ ഐ വിൽ എന്ന സൈഡിൽ എഴുതും കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ മാനിഫെസ്റ്റേഷൻ എഴുതിയിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഞാൻ മാനിഫെസ്റ്റേഷനിൽ ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ വേണം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്ത് നോക്കുക. ഞാൻ വേറെ പല മെത്തേഡ്സ് കണ്ടിട്ടുണ്ട്. പേപ്പറിൽ ഇങ്ങനെ എഴുതി പേപ്പർ കട്ടിങ്സ് ആയിട്ട് സൂക്ഷിക്കുന്ന അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വേറൊരു മെത്തേഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോയിൽ തന്നെ പറയാം. കാരണം ഈ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ക്ലാഷ് ആവും. അതുകൊണ്ട് ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് അത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അത്ര മതി, വേറൊന്നും വേണ്ട. താല്പര്യമാണെങ്കിൽ കമൻറ്റ് കൂടെ ചെയ്താൽ അത്രയും ഉപകാരം. അപ്പോൾ ബൈ ഗൈസ്.